എല്ലാവർക്കും SP അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പയും ഉണക്കമുളക് ചമ്മന്തിയുമാണ്. അപ്പോൾ അത് എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾക്ക് ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചിട്ട് വേണം വേവിക്കാൻ വെക്കാൻ. കപ്പയുടെ മുകളിൽ വെള്ളം നിൽക്കണം, അപ്പോഴാണ് കപ്പ നല്ലപോലെ വേവ് കൊടുക്കുന്നത്. നമുക്കിതൊരു 10 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇതിനൊക്കെ വേണ്ട ചമ്മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 10 ചെറിയ ഉള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരു 10 ഉണക്കമുളക്. ഇത് നമുക്കിനി എണ്ണയിൽ വാട്ടിയെടുക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരുവിധമായി വന്നിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. മുളകൊക്കെ നല്ലപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. കപ്പ വെന്തിട്ടുണ്ടാകുന്നൊരു പപ്പടക്കൊള്ളി വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. കപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കപ്പ ഉടഞ്ഞു പോകും, അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിട്ടില്ല. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഒരു കഷ്ണം വാളംപുളി കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. കപ്പ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളയാം. കപ്പയും ഉണക്കമുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.